ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ നിച്ചുട്ടനെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ്, അതായത് കുളിപ്പിക്കാനും പിന്നെ സ്കിൻ കെയറും ഒക്കെ ആയിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നുന്ന, എനിക്ക് പേഴ്സണലി നല്ലതെന്ന് തോന്നുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഞാൻ കുറേ നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ നിച്ചുട്ടനെ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നിവിക്കുട്ടനെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും ഉണ്ട് ഇതിൽ. അപ്പോൾ അതും ഞാനിപ്പോൾ നിച്ചുട്ടനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുളിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ കുളിപ്പിക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് ജനന്യയുടെ, അതായത് എനിക്ക് നമ്മുടെ എന്താ പറയുക, ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവർ തന്നെ കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇത് തീരാറാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ വെന്തെണ്ണ ഉണ്ടാക്കും കേട്ടോ. തേങ്ങ പാലൊക്കെ എടുത്തിട്ട് വെന്തെണ്ണ ഉണ്ടാക്കും. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഞാൻ ദേഹത്ത് വറ്റാൻ വേണ്ടിയിട്ട് കൂടുതലും ഞാൻ നമ്മുടെ എന്താ പറയുക, കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ, കോക്കനട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൻ്റെ ക്രീമാക്കി വെക്കും. അപ്പോൾ അതാണ് കൂടുതലും ഞാൻ യൂസ് ചെയ്യാറ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബിഫോർ ബേബീസിന്റെ ഹെർബൽ ബേബി മസാജ് ഓയിലാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ തേങ്ങാപ്പാൽ തന്നെ യൂസ് ചെയ്യുന്നത്, കാരണം അവൻ്റെ കുറച്ചൊരു എന്താ പറയുക ഡ്രൈ സ്കിന്നാണ്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പൊതുവെ കാറ്റടിക്കുന്ന കാലമല്ലേ. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലിൽ തന്നെയാണ് അധികം കുളിപ്പിക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓയിൽ യൂസ് ചെയ്യും. തലയിലേക്ക് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവന് വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ് നമ്മുടെ സെബാമെഡിന്റെ ജെന്റിൽ വാഷ്. ഈ ഒരു ഇതാണ് ഞാൻ ആദ്യം അവൻ എന്താ പറയുക, അവനെ കുളിപ്പിക്കാൻ അതായത് പൊക്കിൾ കൊടി പോയതിന് ശേഷം കുളിപ്പിക്കാൻ തുടങ്ങുമല്ലോ, അപ്പം തൊട്ടിട്ട് ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സെബാമെഡിന്റെ ജെന്റിൽ വാഷ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് തലയിലേക്കും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പറയുക, കുട്ടികളുടെ കണ്ണിലേക്ക് ആയി കഴിഞ്ഞാൽ നീറൊന്നുമില്ല, അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സെബാമെഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുട്ടികൾക്ക് പറ്റുന്നതാണ്. pH വാല്യൂ 5.5 ആണ് കേട്ടോ എല്ലാ പ്രൊഡക്ട്സ് ഇവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു പ്രൊഡക്ട്സ് എല്ലാം സെബാമെഡിന്റെ. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിയാറായി, കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ നിച്ചുട്ടനെ കുളിപ്പിക്കാൻ തുടങ്ങിയത് തൊട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാനത് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേഞ്ച് ചെയ്യുക മീൻസ് നിവിക്കുട്ടനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാത്തിങ് ബാർ, ക്ലെൻസിങ് ബാറാണത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിച്ചുട്ടനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് വേറെ ബ്രാൻഡിൻ്റെ ഒന്നല്ല, ബേബി ഡ്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇതാണ്ടോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നിച്ചുട്ടന് യൂസ് ചെയ്യുന്നത്. അതുവരെ ഞാൻ സെബാമെഡിൻ്റെ മറ്റേ ഈ ഒരു ജെന്റിൽ വാഷാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് ചേഞ്ച് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നിച്ചുട്ടന് കുറച്ചൊരു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി നിവിക്കുട്ടനും ഞാൻ ഇതേ സോപ്പാണ് ഏകദേശം ഒരു 3 വയസ്സ് വരെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നി. ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്കൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നിച്ചുട്ടൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ നിവിക്കുട്ടൻ ഡ്രൈനെസ് ഒക്കെ മാറിയത് ഈ ഒരു ഇത് കൊണ്ടാണ്. നിവിക്കുട്ടന് അങ്ങനെ ഡ്രൈനെസ് ഉണ്ടായിരുന്നില്ല, എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയത്, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയത് ഈ ഒരു സോപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ ചേഞ്ച് ചെയ്തത് കേട്ടോ, ഈ ഒരു ബേബി ഡ്യൂയിലേക്ക് തന്നെ ചേഞ്ച് ചെയ്തത്. അപ്പം ഇതാണ് ഇപ്പോൾ നിച്ചുട്ടന് യൂസ് ചെയ്യുന്ന ക്ലെൻസിങ് ബാറ്. അതിനുശേഷം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു സെബാമെഡിൻ്റെ തന്നെ ലോഷൻ, ബോഡി ലോഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യും. ഫേസിലും ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യും കേട്ടോ ഈ ഒരു ലോഷൻ. ഇത് കുഞ്ഞി ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, കാരണം നമുക്കറിയില്ലല്ലോ എത്രത്തോളം ബേബീസിൻ്റെ സ്കിന്നിന് ഇത് യോജിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ, നമുക്ക് വലിയ ബോട്ടിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു, അതായത് കേടുവന്ന് പോകും, നമുക്ക് ഒരു യൂസും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞു ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ചപ്പോഴും ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ലത് നമ്മുടെ ഈ ഒരു സെബാമെഡിൻ്റെ ബോഡി ലോഷനാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ഈ ഒരു ബോഡി ലോഷനാണ് ഞാൻ അവനിപ്പോൾ യൂസ് ചെയ്യുന്നത്.
പിന്നെ പൗഡറായിട്ട് ഞാനിവിടെ ഹിമാലയയുടെ ഒരു കുഞ്ഞി ബോട്ടിലാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ബേബി പൗഡറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ഫേസിലൊന്നും നിച്ചുട്ടിന് പൗഡർ ഇട്ട് കൊടുക്കാറില്ല. ജസ്റ്റ് നമ്മൾ പിരിക എഴുതുമ്പോഴും പൊട്ട് തൊടുമ്പോഴും ഒക്കെ ജസ്റ്റ് കയ്യിലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാൻ മാത്രമേ ചെയ്യാറ്. ഫേസിലും ബോഡിയിലൊന്നും ഞാൻ ഈ പൗഡർ യൂസ് ചെയ്യാറില്ല. നിവിക്കുട്ടനാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഫേസിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മൾ പൊട്ട് തൊടുമ്പോഴൊക്കെ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒപ്പി കൊടുക്കും, എന്നിട്ട് അത് തുടച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പൗഡറായിട്ട് ഹിമാലയയുടെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കാജലായിട്ട് ഞാനിവിടെ ശ്രീധരീയം ഹെർബൽസിന്റെ കാജലാണ്, ബേബി കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മണമൊക്കെയാണ് ഇതിന്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ നിച്ചുട്ടന് യൂസ് ചെയ്യുന്നത്, നിവിക്കുട്ടനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു കാൻഡിഡിന്റെ ഡസ്റ്റിംഗ് പൗഡർ കേട്ടോ. ഇത് നല്ലൊരു സംഭവമാണ്. അതുപോലെ ഇച്ചിങ്ങോ സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, ഫംഗൽ ഇൻഫെക്ഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു സാധനം കേട്ടോ ഈ ഒരു കാൻഡിഡിന്റെ ഡസ്റ്റിംഗ് പൗഡർ. അപ്പൊ ഇത് നിവിക്കുട്ടനും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇത് തന്നെയാണ്. നിച്ചുട്ടനും ഞാനിപ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷനോ അതായത് ഇച്ചിങ്ങോ ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നതും ഇത് തന്നെയാണ് കേട്ടോ. നല്ല സംഭവമാണ് ഇത്. നിവിക്കുട്ടന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയാണ്. ഇത് അത്യാവശ്യം എക്സ്പയറി ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ നിച്ചുട്ടനെയും യൂസ് ചെയ്യാണ്. ഈ ഒരു വർഷം വരെ ഇതിന് എക്സ്പയറി ഉണ്ട് കേട്ടോ. അപ്പം നിവിക്കുട്ടന് ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നിവിക്കുട്ടന് ഞാനിത് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് നിച്ചുട്ടന് യൂസ് ചെയ്യുന്ന ഡസ്റ്റിംഗ് പൗഡർ കേട്ടോ. കാൻഡിഡിന്റെ നല്ലൊരു സാധനമാണ് ഇത്. ഞാൻ പീഡിയാട്രിഷ്യൻ പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ റാഷ് ക്രീമാണ്. റാഷ് ക്രീം ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ബിഫോർ നാപ്പിയുടെ റാഷ് ക്രീമാണ് കേട്ടോ. അതായത് ഇത് നല്ല അടിപൊളി റാഷ് ക്രീമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ബേബീസിൻ്റെ റാഷസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബിഫോർ നാപ്പിയുടെ റാഷ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റാഷ് ക്രീം നമ്മൾ ഒറ്റ ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിച്ചുട്ടന് അങ്ങനെയായിട്ട് പൊതുവെ ഡ്രൈ സ്കിന്നുമാണ്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഞാൻ നൈറ്റ് നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പറാണ്, ഡേ ടൈമിൽ നമ്മുടെ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ആകുമ്പോഴേക്കും ചിലപ്പോൾ റാഷസ് പോലെ വന്നിട്ടുണ്ടാവും. റാഷസ് അല്ല, ഇങ്ങനെ തൊലി ജസ്റ്റ് ഇങ്ങനെ ഇതാവുന്ന പോലെ. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യും കേട്ടോ. അപ്പം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും. ഇത് നമ്മൾ ഡയപ്പർ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ വേണം ഈ ഒരു റാഷ് ക്രീം യൂസ് ചെയ്യാനായിട്ട്. ബിഫോർ നാപ്പിയുടെ റാഷ് ക്രീമാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കാര്യങ്ങളുടെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ നമ്മുടെ നിച്ചുട്ടന് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ബാത്ത് ആൻഡ് ബോഡി കെയറിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ നിച്ചുട്ടന് ഇപ്പോൾ ബാത്ത് ആൻഡ് ബോഡി കെയറിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, സീ യു.